യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നഥനിയേലിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഫിലിപ്പോസ് നഥനിയേലിനോട് പറയുകയാണ് യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. ഉടനെ നഥനിയേൽ ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ളത്. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവത്തിൽ കർത്താവിനെ പറ്റിയിട്ടുള്ള ചിന്ത എന്താണെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുക. ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് കർത്താവിൽ നിന്ന് നന്മ പ്രാപിക്കാനാണോ, എന്തെങ്കിലും നന്മ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള ചിന്തയാണോ നമ്മളെ അലട്ടുന്നത്? അതാണോ നമ്മുടെ ചിന്ത? ഇതൊക്കെ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുക. എന്നാൽ ഫിലിപ്പോസ് പറഞ്ഞു വന്ന് കാണാൻ ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ നഥനിയേൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിന് നഥനിയേലിനെ പറ്റിയിട്ടുള്ള സാക്ഷ്യം ഇതായിരുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാകാനാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്രകാരമാണ് എന്നുള്ളത് നാം ചിന്തിക്കുക. അതിന് യേശുവിനെ കണ്ടെത്തുക, യേശുവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അത് കേൾക്കുവാൻ, കർത്താവിന്റെ വായിൽ നിന്ന് കേൾക്കുവാൻ അത് ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.